KSRTCയിൽ ശാരീരിക ക്ഷമത കുറഞ്ഞ ജീവനക്കാർ നിരന്തരമായ അതിഭയങ്കരമായ കഠിനമായ ജോലിയുടെ നിമിത്തം ശാരീരികമായ അസ്വസ്ഥത ബാധിക്കുകയും തുടർന്ന് അത്തരം ജോലികൾ പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ജോലി ഉൾപ്പെടെയുള്ള മെക്കാനിക്കൽ ജോലി ഉൾപ്പെടെയുള്ള ജോലികൾ തുടർന്നു കൊണ്ട് പോകുവാൻ സാധിക്കാത്ത കണ്ടക്ടർമാരായിട്ടുള്ള ആളുകളിലും അത്തരത്തിലുണ്ട്. അപകടത്തിൽപ്പെട്ട ആളുകൾ, ഇത്തരം ആളുകളെ അവരുടെ കാറ്റഗറി ചേഞ്ച് ചെയ്ത് മറ്റ് ലഘുവായിട്ടുള്ള ഡ്യൂട്ടികളിലേക്ക് വിടുവാനായിട്ടുള്ള തീരുമാനമുണ്ട്. അപ്പോൾ കാറ്റഗറി ചേഞ്ച് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ നിലവിലിപ്പോൾ ഡ്രൈവറായിട്ട് കയറിയൊരു വ്യക്തി അദ്ദേഹത്തിന് ഡ്രൈവിംഗ് ജോലി തുടരുന്നതിനുള്ള ശാരീരികമായിട്ടുള്ള ശേഷി ഇല്ലാതിരിക്കുകയും തുടർന്ന് അദ്ദേഹത്തെ മറ്റൊരു ജോലിയിലേക്ക് മാറ്റുക എന്നുള്ളൊരു പ്രക്രിയയുമാണ് KSRTC ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം ജോലികളിലേക്ക് നിയോഗിക്കപ്പെടുന്ന ആളുകൾക്ക് അത്തരം ശാരീരികമായ പ്രശ്നമുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന ആളുകളെ മറ്റു ലഘുവായ ജോലിയിലേക്ക് നിയോഗിക്കുക എന്നുള്ളൊരു കർത്തവ്യത്തിൻ്റെ ഭാഗമായി അടുത്തിടെ KSRTC MD ഒരു ഉത്തരവ് ഇറക്കുകയുണ്ടായി. ആ ഉത്തരവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും രസകരമായ കാര്യം KSRTC എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൻ്റെ സുരക്ഷിതത്വവും സംരക്ഷണവും ഏറ്റവും കൂടുതലായി വേണ്ടതും KSRTCയുടെ കാവലായി നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഇവിടുത്തെ ഗാർഡുമാർ. KSRTCയിൽ മുൻകാലങ്ങളിൽ ഗാർഡുമാരെ തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യയുടെ സൈനിക സേവനം അനുഷ്ഠിച്ച ശേഷം തിരിച്ചു വരുന്ന വിമുക്ത ഭടന്മാരായിട്ടുള്ള ആളുകളിൽ നിന്നും PSC മുഖേനയാണ് തിരഞ്ഞെടുത്തുകൊണ്ടിരുന്നത്. KSRTCയിൽ ഒരു അപ്രഖ്യാപിത നിയമന നിരോധനം നടക്കുന്നുവെന്ന് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ KSRTCയിലെ ഇത്തരം ശാരീരിക ക്ഷമത കുറഞ്ഞ മെഡിക്കൽ സർട്ടിഫിക്കറ്റുള്ള ഇത്തരം ജീവനക്കാരെ ഈ ജോലിക്ക്, അതായത് ഗാർഡ് ജോലിക്ക് വേണ്ടി നിയോഗിക്കുക. ഇപ്പോൾ ഗാർഡ് ജോലിയെ സംബന്ധിച്ചിടത്തോളം KSRTC ഇറക്കിയിട്ടുള്ള മാനുവലിൽ ഒന്നാമതായിട്ട് പറയുന്നത് KSRTCയുടെ സ്ഥാവര ജംഗമ വസ്തുക്കളുടെ സൂക്ഷിപ്പും സംരക്ഷണവുമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം പറയുന്നത് അനധികൃതമായി KSRTCയിലേക്ക് കടന്നു വരുന്ന വാഹനങ്ങളെ തടയുക, അനധികൃതമായി KSRTCയിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾ അവർ ഈ KSRTCയുടെ വസ്തുവകകളെ കവരുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഇത്തരത്തിൽ വളരെ വിപുലമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, എനിക്ക് തോന്നുന്നത് ഏകദേശം 10-30ഓളം ചുമതലകൾ അവർക്ക് ഈ നമ്മുടെ മാനുവലിൽ പറയുന്നുണ്ട്. ഈ കർത്തവ്യം നിർവഹിക്കുവാനുള്ള യാതൊരു ശാരീരിക ശേഷിയും ഈ പറഞ്ഞ ആളുകൾക്കില്ല. ഇപ്പോൾ ഒരു വെഹിക്കിൾ സൂപ്പർവൈസർ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം അടുത്തിടെ കാറ്റഗറി ചേഞ്ച് കൊടുത്തു. അദ്ദേഹത്തിന് നടക്കണമെങ്കിൽ ഒരാൾ പിടിച്ച് സഹായം വേണം. ഇപ്പോൾ ഞാൻ ഈ സംഭവത്തിൽ ഓർക്കുന്നത് നമ്മുടെ ആശുപത്രിയിൽ ഈ വീൽ ചെയർ ഉന്തുവാൻ വേണ്ടി ഒരാൾ വരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കാലിന് ചെറിയൊരു പ്രശ്നമുണ്ട്, നടക്കുമ്പോൾ ചെറിയ പ്രശ്നത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ഒരു പ്രായമായ അമ്മച്ചിയെ ഈ വണ്ടിയെ കയറ്റി ഈ വീൽ ചെയറെ കയറ്റി ഇരുത്തി തള്ളുകയാണ്. അപ്പോൾ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴാണ് അമ്മച്ചിക്ക് മനസ്സിലായത് ഇദ്ദേഹത്തിന് കാല് വയ്യ. ഉടനെ പുള്ളിയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുവാനും, നീ ഇവിടെ ഇരി, ഞാൻ നിന്നെ ഉന്താം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ ഇതിനകത്ത് KSRTCയിൽ അത്ര അവസ്ഥ. പല ഗാർഡുമാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്കെന്താ ഇവരെ നമ്മളെ തടയാൻ, അല്ലെങ്കിൽ അനധികൃതമായി കടന്നു വരുന്നവരെ തടയേണ്ടതിന് പകരം ഇവരെ നമ്മൾ എടുത്തുകൊണ്ട് പിടിച്ചുകൊണ്ട് പോകേണ്ട അവസ്ഥയാണ്. ഇതിനകത്ത് എന്താണ് പ്രതിവിധി? ഇതിനകത്ത് KSRTC സംബന്ധിച്ചിടത്തോളം KSRTC എന്ന് പറയുന്ന ഈ സ്കിൽഡായിട്ട് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലെ അപകട നിമിത്തവും അമിതമായ ജോലിഭാരം നിമിത്തവും ശാരീരികമായി വിഷമതകൾ അനുഭവിക്കുന്ന ആളുകളെ അവരുടെ തന്നെ തീരുമാനപ്രകാരം ഈ സ്ഥാപനത്തിൽ നിന്നും നമുക്ക് വോളണ്ടറി റിട്ടയർമെൻറ്റ് VRS എടുത്തുകൊണ്ട് പോകുവാനുള്ള ഒരു അനുമതി നൽകുകയാണ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ KSRTC ഇത്തരത്തിൽ ചെയ്യാത്തത്? വോളണ്ടറി റിട്ടയർമെൻറ്റ് അനുമതി നൽകിയാൽ ഇത്തരം ശാരീരികമായ അവശതയുള്ള ആളുകളെ അവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പോകുവാൻ അനുവദിച്ച് അവർക്കുള്ള ജീവനാംശം നൽകി അവരെ വിടുകയാണ് എങ്കിൽ അവർക്ക് ആ ജീവിതം നല്ലപോലെ മറ്റെന്തെങ്കിലും ഒരു തൊഴിൽ കണ്ടെത്തുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കച്ചവട ബിസിനസ്സോ എന്തെങ്കിലും മാർഗ്ഗത്തിലൂടെ അവർക്ക് അവരുടെ കുടുംബജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ KSRTCനകത്ത് ഒരു കുറുക്കൻ ബുദ്ധിയാണ്. കാരണം ഈ ഗാർഡുമാരായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഇപ്പോൾ 93 ഡിപ്പോകളിൽ ഉള്ള മൊത്തം ഗാർഡുമാരുടെ എണ്ണം എന്ന് പറയുന്നത് കൂടി വന്നാൽ 500-ൽ താഴെ ആളുകൾ മതി. അപ്പോൾ ഈ 500-ൽ താഴെ ഗാർഡുമാരെ വേണ്ട സ്ഥലത്തേക്ക് ഇത്രയും അധികം ജീവനക്കാർ ശാരീരിക അവശതയുള്ള KSRTCയിൽ ഇവരെ നിയമിക്കാൻ ബാക്കിയുള്ളവരെ പിരിച്ചു വിടുക എന്ന് പറയുമ്പോൾ പിരിച്ചു വിടാതിരിക്കുകയാണെങ്കിൽ ഇവർ ചെയ്യുന്ന ജോലിക്ക് മാത്രം ശമ്പളം കൊടുത്താൽ മതി. ഇപ്പോൾ മറ്റ് സ്ഥാപനങ്ങളെ പോലെ ഒപ്പിട്ടാൽ ശമ്പളം കിട്ടും. പൊതുജനങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്, KSRTC ജീവനക്കാരനായിരുന്നാൽ ഒപ്പിട്ടാൽ ശമ്പളം ലഭിക്കും എന്നുള്ളൊരു ധാരണയുണ്ട്. അത്തരത്തിലൊരു സ്ഥാപനമേ അല്ല. KSRTCയിൽ നമ്മൾ ജോലി ചെയ്താൽ, അതായത് ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന അതേ മാനദണ്ഡത്തിൽ തന്നെയാണ്. അപ്പോൾ ഇത്തരം ശാരീരിക അവസ്ഥയുള്ളവർ എന്ത് ചെയ്യും? ഈ കാർഡ് ഡ്യൂട്ടി കിട്ടിയില്ലെങ്കിൽ ജോലിക്ക് വരില്ല. അപ്പോൾ KSRTC സംബന്ധിച്ചിടത്തോളം ഇത് ലാഭകരമാണ്. ഇവർക്ക് ശമ്പളവും കൊടുക്കേണ്ട, ഇവർക്ക് ആനുകൂല്യം കൊടുക്കേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ ഈ KSRTCയുടെ ഈ റോളിൽ നിന്നും മാറ്റപ്പെടുകയും ഇവർക്ക് ശമ്പളമോ ആനുകൂല്യമോ നൽകാതെ KSRTCക്ക് ലാഭിക്കുവാൻ സാധിക്കും. അങ്ങനെ മനുഷ്യൻ്റെ ശാരീരിക അവസ്ഥയെ പോലും മുതലാക്കുക, മാനുഷികമായ യാതൊരു പരിഗണനയും നൽകാതിരിക്കുക. ഇപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ കായികമായ ക്ഷമത വേണ്ട, കൂടുതലായിട്ട് ഉണർന്നിരുന്ന് ജോലി ചെയ്യേണ്ട,
ഗാർഡ് ജോലിയിലേക്ക് ഇവരെ നിയമിക്കുമ്പോൾ ഈ ശാരീരിക അസ്വസ്ഥതയുള്ളവരെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് KSRTCയുടെ സ്വത്തും ഈ KSRTCയുടെ വസ്തുവകകളും സംരക്ഷിക്കുന്ന ഉത്തരവാദിത്തത്തിലേക്ക് നൽകുന്നത്? എന്നാൽ ട്രേഡ് യൂണിയൻ നേതാക്കളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അവരുടെ സിൽബന്ധികളായിട്ടുള്ള ആളുകൾ ഈ ശാരീരിക ക്ഷമത കുറഞ്ഞ അല്ലെങ്കിൽ രോഗബാധിതരായിട്ടുള്ള ആളുകൾ, ഇപ്പം അതിനകത്ത് രോഗബാധിതർ എന്ന് പറഞ്ഞാൽ വെറും രോഗങ്ങളല്ല, ഇപ്പം ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞ ആളുകൾ വരെ ഉണ്ട്. അപ്പോൾ അവർക്ക് നൽകേണ്ട ജോലി, ഇപ്പോൾ ഓഫീസിലിരിക്കുന്ന ജോലി, ക്ലാർക്കിൻ്റെ ജോലി, പിയൂണിൻ്റെ ജോലി, ഇത്തരത്തിലുള്ള ജോലികളിൽ യൂണിയൻ്റെ സിൽബന്ധികളായിട്ടുള്ള ആളുകൾ, യൂണിയൻ നേതാക്കളായിട്ടുള്ള ആളുകൾ അവർക്ക് ശാരീരിക ക്ഷമതയ്ക്ക് യാതൊരു പ്രശ്നമില്ല. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ സ്കിന്നിന് ചൊറിച്ചിലുണ്ടാകുക, കുഴിനകം ഉണ്ടാകുക, ഇത്തരം പ്രശ്നങ്ങളാണ് ഉള്ളവൻ അവിടെ ഇരിക്കുമ്പോഴാണ് ഈ ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞവൻ, ക്യാൻസർ ബാധിതനായിട്ടുള്ള വ്യക്തി, വൃക്കരോഗിതനായ വ്യക്തി ലൈനിൽ പോകേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അവൻ പോകാൻ സാധിക്കാതെ ഓട്ടോമാറ്റിക്കലി ഈ ജോലി വേണ്ട എന്ന് വെച്ച് വീട്ടിലിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിലാണ് നമ്മൾ VRSനെ കുറിച്ച് വളരെ കൃത്യമായി പറയുന്നത്, ഇത് ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വെഹിക്കിൾ സൂപ്പർവൈസറുടെ ജോലിയുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത് വാഹനം ഓടിച്ചു നോക്കി ഈ വാഹനം സർവീസിന് യോഗ്യമാണോ എന്ന് തീരുമാനിക്കേണ്ട ഒരു ജോലിയാണ്. ശാരീരിക ക്ഷമതയില്ലാത്ത ഒരാളെ കൊണ്ട് നടക്കുന്നൊരു കാര്യമല്ല. ഗാർഡിൻ്റെ ജോലി ഉത്തരവാദിത്തമുള്ളൊരു ജോലിയാണ്. ഒരു ഗ്രൗണ്ട് മുഴുവൻ നടന്നുകൊണ്ട് ഈ KSRTCയുടെ അതിരുകൾ മുഴുവൻ നോക്കി അതിനകത്ത് നിന്ന് വസ്തുവകൾ നഷ്ടപ്പെടുന്നുണ്ടോ, അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇതെല്ലാം മാനേജ്മെൻറ്റ് ധരിപ്പിക്കുകയും അത് സംരക്ഷിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഈ ശാരീരിക ക്ഷമത കുറഞ്ഞ രോഗിയായിട്ടുള്ള ഒരാളെ ഏൽപ്പിക്കുക എന്ന് പറയുന്ന തീരുമാനം KSRTC പിൻവലിക്കേണ്ടതാണ്. ഇത്തരത്തിൽ അർഹതയില്ലാത്ത ആളുകൾ ഇരിക്കുന്നതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു ഉദാഹരണമാണ് ആലുവ ഡിപ്പോയിൽ വർഷങ്ങളായി ഒരാൾ യാതൊരു വിധത്തിലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ പിൻബലമില്ലാതെ ട്രേഡ് യൂണിയനുകളുടെ ഇഷ്ടക്കാരനാണ് എന്നുള്ളൊരു ഒറ്റ കാരണത്താൽ വർഷങ്ങളായി ആലുവയുടെ ഡിപ്പോയിലെ ഓഫീസിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഞാൻ ആലുവ ഡിപ്പോയുടെ എടുത്തു പറഞ്ഞത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. ആരാണ് ഇത്തരം ഈ തലതിരിഞ്ഞ നിയമങ്ങൾ എഴുതി വിടുന്നത്? എന്തുകൊണ്ടാണ്? ഇപ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസമുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് അവിടെ ഈ ഓഫീസിലിരിക്കുന്ന മറ്റെന്തെങ്കിലും ജോലി നൽകാം. അവിടെ ജോലികൾ ഒരുപാടുണ്ട്. ആ ജോലികളൊന്നും നൽകാതെ അതൊക്കെ യൂണിയൻ്റെ തലപ്പത്തിരിക്കുന്നവരുടെ സുഖവാസ കേന്ദ്രങ്ങളായി നിർത്തിക്കൊണ്ട് ഈ ശാരീരിക അസ്വസ്ഥത ബാധിച്ചവരെ വീണ്ടും വീണ്ടും കഷ്ടപ്പെടുത്തുന്ന നിലപാടാണ് KSRTC സ്വീകരിക്കുന്നത്. അത് മനുഷ്യാവകാശ ലംഘനമാണ്, മനുഷ്യത്വരഹിതമാണ് ഈ നടപടി. അതുകൊണ്ട് തന്നെ KSRTC സംബന്ധിച്ചിടത്തോളം ഈ ശാരീരിക അസ്വസ്ഥതയുള്ള ഇത്തരം ജീവനക്കാരെ സംരക്ഷിക്കുകയോ അവരുടേതായ രീതിയിൽ അവർക്ക് പിരിഞ്ഞു പോകുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് അർഹമായിട്ടുള്ള എല്ലാ ആനുകൂല്യം നൽകിക്കൊണ്ട് അവരെ പിരിഞ്ഞു പോകുവാൻ അനുവദിക്കുകയുമാണ് ചെയ്യേണ്ടതാണെന്നാണ് വെൽഫെയർ അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്. Thank you.